ഹായ് വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് നല്ല രസം ഉണ്ടാക്കിയാലോ, അതും ഒരു മാങ്ങാ രസം. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതിന് വേണ്ടി 2 വെള്ളരി മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. ചെറിയ മാങ്ങയാണ്, അതുകൊണ്ട് 2 എണ്ണം എടുത്തിട്ടുണ്ട്. ആ മാങ്ങ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ടൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. കൂടെ ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഒരു 6-7 കുഞ്ഞുള്ളിയും കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടി അടുപ്പത്ത് വെക്കാം. അതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ ഒരു 1/2 ടേബിൾ സ്പൂൺ മല്ലി എടുത്തിട്ടുണ്ട്. കൂടെ ഒരു 1/4 ടീസ്പൂൺ ജീരകം, നല്ല ജീരകം എടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂണിൽ താഴെ ഉലുവയും കൂടെ എടുത്തിട്ടുണ്ട്. അതെല്ലാം കൂടെ ഒന്ന് ചൂടാക്കി എടുക്കാം. അതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഒത്തിരി അങ്ങ് പൊടിഞ്ഞു പോകണ്ട. ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മിക്സിയുടെ ജാറിലോട്ട് തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന കുഞ്ഞുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാവേ. ഇഞ്ചി ഒന്ന് ചെറുതായിട്ട് മുറിച്ചിട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കുഞ്ഞുള്ളി അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി. അരിഞ്ഞു പോകണ്ട. അത് നമ്മളിവിടെ ചതച്ചെടുത്ത് മാറ്റിയിട്ടുണ്ട്. അതേ ജാറിൽ തന്നെ ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ അതും കൂടി ഇട്ട് കൊടുക്കാവേ. മാങ്ങയും കൂടി ഇട്ടിട്ട് അതും ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി. ഇതുപോലെ അതും ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാം ചതച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെക്കാം. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണയൊന്ന് ചൂടാകുമ്പോഴത്തേന് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. അതിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ പച്ചമുളകും ഇല്ലേ, അത് ചതച്ചത് ഇട്ട് കൊടുക്കാം. മാങ്ങ ചതച്ചതല്ല. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി എടുക്കാം. എല്ലാം നന്നായിട്ടൊന്ന് വഴണ്ടി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്തിട്ടൊന്ന് വഴറ്റി എടുക്കാം. ഇനി ഇതിലേക്ക് മാങ്ങ ചതച്ചത് നമുക്ക് ചേർത്ത് കൊടുക്കാം. മാങ്ങ ചതച്ചതും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കുന്നു. മാങ്ങ ചതയ്ക്കാതെ നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ മാങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് അതുകൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ മസാലപ്പൊടിയില്ലേ, അതുകൂടെ ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി കൂടെ നമ്മൾ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം ഒന്ന് മിക്സാക്കിയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത്രയും വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത്രയും മതി. ഇനി ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് നമുക്കൊന്ന് നോക്കാം. പിന്നെ ഇത് തിളയ്ക്കേണ്ട. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ചട്ടിയുടെ അറ്റത്തു നിന്നൊക്കെ തിള വന്നു കഴിയുമ്പോൾ അത്രയും മതി. അപ്പം നമ്മുടെ രസം റെഡി ആയിട്ടുണ്ട്. ഇനി ഓഫ് ചെയ്ത് കൊടുക്കാം. താങ്ക്